ജോണേ, എടാ ജോണേ, ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. സ്നേഹനെയും ജിത്തുവായനെയും കൂടി ഈ ഒരു കണ്ടന്റിനകത്ത് വേണം എന്നുള്ളത്. അല്ല, ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? പുതിയ വല്ല പ്രശ്നം ഒന്നുമില്ലല്ലോ. പിന്നെ ഞാൻ വന്നതിന് ശേഷം ഉണ്ടായിരുന്ന എന്റെ കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 3 പേരും ഇപ്പോഴാണ് അല്ലേ ഫ്രീ ആയത്. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ ഉപദ്രവിക്കാതെ? ഇയാളിത് വലിയ ശല്യമായല്ലോ നോക്കണേ. നമ്മള് കണ്ടന്റ് ചെയ്തിരുന്നു, ബട്ട് അതൊക്കെ ഒരു ട്രാവലിംഗിന്റെ ടൈമിലോ അല്ലെങ്കിൽ ഹറിബറി സമയത്തൊക്കെ ആ ഒരു കണ്ടന്റിന്റെ ഭാഗമായിട്ട് വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളാണ്. നാശം പിടിച്ച മോന്ത ഇനി ഒരിക്കലും കാണേണ്ടി വരാന്നാ വിചാരിച്ചോണ്ടിരുന്നത്. എനിക്കിപ്പോ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൺ എൻജോയ്മെന്റ് കാര്യങ്ങളാണ്. കാരണം കുറെ കാലമായിട്ട് ലൈഫിൽ അതൊന്നും ഇല്ല. ഈ കമന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കാരണം കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ഇപ്പൊ കണ്ട കോമഡി ആയിട്ട് തോന്നും, ഇയാളുടെ സംസാരം ഇപ്പൊ കേട്ടാ ചിരി വരും. എനിക്ക് അപ്പൊ കൊള്ളണത് കൊണ്ടപ്പ സംഗതി ക്ലിയറായി. ചില ടോപ്പിക് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഇനി ഇരുന്നിട്ട് ഇപ്പൊ ഒരാളുടെ മരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീരിയസ് ഇഷ്യൂ അങ്ങനെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, ആരാണേലും ചിരിച്ചു പോകും. ഇത് പൈസ കൊടുത്ത് PR ആയിട്ട് കുറച്ച് കാലത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചൊരു പരിപാടിയാണ്. അത് അറിയും ചെയ്തു. അതായത് നാണാവില്ലോടോ എനിക്ക്, നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ. ഇനി വേറെ കാര്യമുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ പറയാനുള്ളത്. ജെനുവിൻ ആയിട്ട് ഞാൻ ആ ഷോയില് പോയ സമയത്ത് അവരെന്റെ പെർഫോമൻസ് വിചാരിച്ചത് സീക്രട്ട് ഏജന്റ് പോയി ബോംബിട്ട് തകർത്ത് പണ്ടാറടക്കി പോകുന്നു എന്ന് വിചാരിച്ചു അവർക്ക് ഒരു ഡിസപ്പോയിന്റ്മെന്റ് വന്നിട്ടുണ്ട്. സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണ്? വന്നിട്ടുണ്ട്. ഓക്കെ, ബിക്കോസ് അവർ വിചാരിച്ച രീതിയിലല്ല ഞാൻ അവിടെ പോയിട്ട് കളിച്ചത്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. കാരണം നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഞാൻ ചെയ്തില്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതിനെനിക്ക് റീസൺ ഉണ്ട്, വ്യക്തമായ റീസൺ ഉണ്ട്. പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു, മിണ്ടരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇവരോടും ആരോടും ഞാൻ ആ റീസൺ പറഞ്ഞിട്ടല്ല ഇവിടുന്ന് പോയത്. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. അപ്പൊ അങ്ങനെ ഡിസപ്പോയിന്റ്മെന്റ് വന്നിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ജെനുവിൻലി ഞാൻ ആ കാര്യത്തിൽ നിങ്ങളോട് സോറി പറയാം. നിങ്ങളെ ഡിസപ്പോയിന്റ്മെന്റ് ആക്കിയതില്ല. അല്ല, അവര് ഡിസപ്പോയിന്റഡ് ആവൂടി, നമ്മൾ ഐ ഡോണ്ട് കെയർ. ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ചാനലിൽ സീക്രട്ട് ഏജന്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. പേഴ്സണൽ ലൈഫിലേക്ക് നോ സീക്രട്ട് ഏജന്റ്, നോ സോഷ്യൽ മീഡിയ. അത് സായികൃഷ്ണൻ എന്നുള്ള രീതിക്ക് തന്നെയാണ്. ആദ്യം ആ സായികൃഷ്ണൻ അങ്ങനെ തന്നെ ആയിട്ട് ഇരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. വേണ്ട, നീ വിശ്വസിക്കണ്ട. അപ്പൊ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നുള്ളത് തന്നെയാണ് ഞാൻ പഠിച്ച പാഠങ്ങൾ കൊണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യില്ല, സോഷ്യൽ മീഡിയ കൊടുന്നു ഞാൻ ലൈഫിലില്ല. അതവിടെ ഞാൻ രണ്ടിനും ഒരു കറക്റ്റ് വര വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ ആയിരിക്കും. സാറ് വിഷമിക്കണ്ട, ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. അതുകൊണ്ട് സാർ അത് വയത്തണം, വയത്തി പിടിക്കണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.